ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇത് ഞാൻ കഴിഞ്ഞ കുറച്ച് മുമ്പ് ഒരു ലൈവ് സെക്ഷൻ നമ്മൾ ചെയ്തായിരുന്നു. അതൊന്നും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ RRB ടീച്ചർ റെയിൽവേയുടെ എക്സാം സിറ്റി അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് വരാത്തവര് പേടിക്കുകയൊന്നും വേണ്ട, വന്നോളും കേട്ടോ. കുറച്ച് വൈകും, എല്ലാവർക്കും ഒരുമിച്ച് ഒരേ സമയത്ത് വരത്തൊന്നുമില്ല. ഇന്ന് നാളെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അപ്പൊ അതെങ്ങനെ കണ്ടെത്തും എന്നുള്ളതിനെ പറ്റി ഒരു ഡൗട്ട്സ് ഉണ്ട് എല്ലാവർക്കും. അതൊന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണേ. ഓക്കെ, അപ്പൊ നമ്മള് ആ ഒരു അഡ്രസ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അഡ്രസ് www.rrbapply.gov.in ഇതാണ് സൈറ്റ്. ഓക്കെ, ഈ സൈറ്റിൽ ജസ്റ്റ് കയറുക. ജസ്റ്റ് കയറുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ജസ്റ്റ് സൈറ്റിലേക്ക് കയറുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. ഇങ്ങനെ വരുന്ന സമയത്ത് ലോഗിൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, ലോഗിൻ. ഓക്കെ, ആ ലോഗിൻ കൊടുത്തിട്ട് നിങ്ങളെ ക്രെഡൻഷ്യൽസ് കൊടുത്ത് ലോഗിൻ വിത്ത് ആധാർ, അതായത് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തപ്പം കൊടുത്ത നിങ്ങളുടെ ഫോൺ നമ്പർ, ആ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുക. OTP ജനറേറ്റ് ചെയ്യുക, OTP ഇവിടെ കൊടുക്കുക, ഇത് ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ഓക്കെ, അപ്പം ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ലോഗിൻ ചെയ്യുമ്പോൾ അത് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഈ ഒരു ലെവലിലായിരിക്കും ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്നത്. ഇങ്ങനെ ആയിരിക്കും ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഈ ഒരു ലെവലായിരിക്കും ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എല്ലാവർക്കും ആ രജിസ്റ്റർ ചെയ്ത സമയത്ത് രജിസ്ട്രേഷൻ നമ്പർ എല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ. ഓക്കെ, അപ്പൊ ആ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കൊടുക്കണം. ഇനി ആ രജിസ്ട്രേഷൻ നമ്പർ അയ്യോ ഞാനത് പ്രിന്റ് എടുത്തില്ലേ എന്നൊക്കെ വിഷമിക്കുന്നവര് കേൾക്കാനായിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം. അങ്ങനെ പ്രിന്റ് ഒന്നും എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിങ്ങളെ ഈ എൻട്രി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ ഈ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, ആപ്ലിക്കേഷൻ, മൈ ആപ്ലിക്കേഷൻ, അവിടെ നിന്ന് കിട്ടും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കേട്ടോ. ഓക്കെ, അങ്ങനെ രജിസ്റ്റർ നമ്പർ എടുക്കുക. രജിസ്റ്റർ നമ്പർ എടുത്തതിന് ശേഷം ആ രജിസ്റ്റർ നമ്പർ എടുത്തതിന് ശേഷം ആ രജിസ്റ്റർ നമ്പർ ഇവിടെ ഈ എന്റെ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഈ ഒരു ഭാഗത്ത് കൊടുക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യുക. അതിനുശേഷം ഇവിടെ വരുന്ന ക്യാപ്ച എന്ത് ചെയ്യുക, ക്യാരക്ടേഴ്സ് ഇവിടെ എന്ത് ചെയ്യുക, എൻട്രി ചെയ്ത് കൊടുക്കുക. താഴെ എൻട്രി ചെയ്ത് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ എക്സാം സെന്റർ എവിടെയാണ്, സിറ്റി ഏതാണ്, ഏത് ഷിഫ്റ്റ് ആണ്, ഏത് കോളേജ് ആണ് എന്നൊക്കെ ഉള്ളത് ഇവിടെ കാണിക്കും കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ പ്രോസസ് ആണ്. ഇതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ഇനി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന്, രജിസ്ട്രേഷൻ നമ്പർ എവിടെ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയും കൂടിയാണിത്. അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ കാര്യം. ഇങ്ങനെ നോക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ പലർക്കും ഒരു ഡൗട്ട്സ് ഉള്ളത്, എക്സാം ഡേറ്റ് മാറ്റുമോ, പരീക്ഷ മാറ്റുമോ എന്നൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി ഒരു അപ്ഡേഷൻ ഇതുവരെയും റെയിൽവേ തന്നിട്ടില്ല. കുറെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കുറെ വെള്ളപ്പൊക്കവും കാര്യങ്ങളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് എക്സാം സെന്റർ മാറ്റുമോ ഇല്ലെന്നൊന്നും നമുക്കറിയത്തില്ല. അതിന്റെ ഒരു അപ്ഡേറ്റും തന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. ഒന്നും കൂടി പറയുന്നു, അയ്യോ എനിക്ക് വന്നില്ലേ എന്ന് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. ഇന്നും നാളെയൊക്കെ ആയിട്ട് എല്ലാവർക്കും ഈ കാര്യങ്ങൾ അപ്ഡേറ്റ് ആവും. ഓക്കെ, ഇത്ര കാര്യങ്ങളേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാനായിട്ട്. അപ്പൊ എല്ലാവരും അവരവരുടേതായിട്ടുള്ള പ്രൊഫൈൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.